എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സീക്രട്ടിൻ്റെ 3-ാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. രഹസ്യം ഉപയോഗിക്കുന്നത് എങ്ങനെ. നിങ്ങൾ ഒരു സ്രഷ്ടാവാണ്. ആകർഷണ നിയമം ഉപയോഗിച്ച് സൃഷ്ടി നടത്തുവാൻ വളരെ എളുപ്പമായ ഒരു പ്രക്രിയയുണ്ട്. മഹാന്മാരായ ആചാര്യന്മാരും അവതാരങ്ങളും അവരുടെ സൃഷ്ടികളിലൂടെ വൈവിധ്യമാർന്ന രൂപങ്ങളിൽ അത് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചില ആചാര്യന്മാർ ഈ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിത്രീകരിക്കാനായി കഥകൾ രചിച്ചു. ആ കഥകൾ അടങ്ങിയിരുന്ന വിജ്ഞാനം നൂറ്റാണ്ടുകളിലൂടെ കൈമാറി വന്നു. അവ ഇതിഹാസങ്ങളായി. ഈ കഥകളിലെ സത്തായ ജീവിതത്തിൻ്റെ സത്യം എന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന പലരും തിരിച്ചറിയുന്നില്ല. ജെയിംസ് റേ പറയുന്നത് ഇങ്ങനെയാണ്: അലാവുദ്ദീനെയും അത്ഭുതവിളക്കിനെയും കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അലാവുദ്ദീൻ വിളക്ക് കയ്യിലെടുത്ത് മെല്ലെ തുടയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഒരു ഭൂതം പ്രത്യക്ഷപ്പെടുന്നു. ഭൂതം എപ്പോഴും പറയുക ഇതാണ്: താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. ഇപ്പോൾ പ്രചാരത്തിലുള്ള കഥയിൽ 3 ആഗ്രഹങ്ങളാണ് സാധിക്കുക. എന്നാൽ കഥയുടെ യഥാർത്ഥ രൂപത്തിൽ ആഗ്രഹങ്ങൾക്ക് പരിധിയെ നിശ്ചയിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ആ ഭാവനയെ നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ചു നോക്കാം. ഓർക്കുക, അലാവുദ്ദീൻ എപ്പോഴും തനിക്ക് ആഗ്രഹമുള്ളത് ചോദിച്ചു വാങ്ങുന്ന ആളാണ്. ഈ മഹാപ്രപഞ്ചമുണ്ട്, അതാണ് ഭൂതം. പല കാലങ്ങളിൽ പല സംസ്കാരങ്ങളിൽ അതിന് പല പേരുകൾ നൽകി. നിങ്ങളെ കാത്തിരിക്കുന്ന മാലാഖ, നിങ്ങളുടെ തന്നെ ഉന്നതമായ സ്വത്വം, എന്തു പേരിട്ടാലും കൊള്ളാം. നിങ്ങൾക്ക് സൗകര്യമായത് ഏതോ ആ പേര് തിരഞ്ഞെടുക്കാം. പക്ഷേ ഏതു കാലത്തും ഏതു സംസ്കാരത്തിലും ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്: നിങ്ങളെക്കാൾ വലുതായ എന്തോ ഒന്നുണ്ടെന്ന്. ആ ഭൂതം എപ്പോഴും പറയുന്നത് എന്താണ്? താങ്കളുടെ ആഗ്രഹം എനിക്കുള്ള കൽപ്പനയാണ്. നിങ്ങളുടെ ജീവിതം, അതിലുള്ളതെല്ലാം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് അതിമനോഹരമായ ഈ കഥ ലളിതമായി പറഞ്ഞു തരുന്നു. ഭൂതം നിങ്ങളുടെ ഏത് ആഗ്രഹവും നിറവേറ്റിത്തരുന്നു. ആകർഷണ നിയമമാണ് ഈ ഭൂതം. അത് എല്ലായ്പ്പോഴും സമീപത്തുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നത്, പറയുന്നത്, പ്രവർത്തിക്കുന്നത് എല്ലാം ഭൂതം ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവയാണെന്ന് ഭൂതം കരുതുന്നു. നിങ്ങൾ എന്തിനെക്കുറിച്ച് സംസാരിക്കുന്നുവോ അതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഏതു കാര്യത്തിൽ പ്രവർത്തിക്കുന്നുവോ അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇങ്ങനെയാണ് ഭൂതം മനസ്സിലാക്കുന്നത്. അടുത്ത ഭാഗം നാളെ തുടരും. താങ്ക് യു.